ഈ ലാവുൽ എന്ന കോഴിക്കോട് ഭാഗത്ത് പിന്നെ കാറ് വേണം, കാറ് കൊടുത്ത് സ്ഥിരതം കൊടുത്ത് കുറച്ച് പോരായി ഉണ്ടായപ്പോ ഈ പെൺകുട്ടിനെ ക്രൂരമായിട്ട് ഓടിച്ചിട്ട് അടിക്കുന്ന, വിൽറ്റി ഊരി, നമ്മളെ അറിയിലുള്ള വിൽറ്റി ഊരി ഓടിച്ചിട്ട് അടിക്കുന്ന, പിന്നെ കൊടുവേറ്റ വയറുകൊണ്ട് കൗത്ത് മുറുക്കി കൊല്ലാൻ നോക്കി, കൗത്ത് മുറുക്കിക്കൊണ്ട് കൊല്ലാൻ നോക്കി. കൊടുവേലിന്റെ വയറുകൊണ്ട് ഒരു ഭർത്താവ് ചെയ്യുന്ന ക്രൂരതം ഈ ലഹരി എംബിഎമ്മും ഉള്ള ഇത്തരമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ജീവിതങ്ങൾ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം രക്ഷിതാക്കളുടെ ഓർമ്മകൾ വിട്ടുപോകും. അവിടെ മകളുടെ സുരക്ഷ അവർക്ക് കാവലായി ഇല്ല. ആ വെള്ള തുണിയിൽ ചോരരക്തങ്ങൾ ഒഴുകി പോകുന്നത് ഞാൻ കുറെ വട്ടം പറഞ്ഞ. ഏതെങ്കിലും കല്യാണോക്കരന്മാർ ഏതെങ്കിലും മടാപ്പായ ചിക്കന്മാരെ പിടിച്ചുകൊണ്ട് അതിൽ മൂടുള്ള, ലഹരിയിൽ മൂടുള്ള, അല്ലെങ്കിൽ കഞ്ചാവിന്റെ, അല്ലെങ്കിൽ ഫിൽറ്ററിന്റെ, അല്ലെങ്കിൽ പാങ്കറാക്കിന്റെ, പാൽ മസാലിന്റെ ഇങ്ങനെ സ്ഥലത്ത് പോയ ആളുകളെയാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ. എന്നാൽ ആ പെൺകുട്ടികളുടെ ഭാവി തകർത്താൻ ഇത്തരമുള്ള വർത്തക്കന്മാരെ മുഖത്തടിക്കുക, കെട്ടിട്ട് മർദ്ദിപ്പിക്കുക, ചവിട്ടുക, വെള്ളി കുത്തുക, 5-6 കുത്തി ഇതൊക്കെ എങ്ങനെയാണ് ഈ പെൺകുട്ടി ഈ പീഡനങ്ങൾ എളുപ്പം ഭർത്താവിന്റെ എങ്ങനെ ജീവിക്കും? ഭാഗ്യത്തിൽ കഴിച്ചതാണ്, പഠിച്ചവന്റെ ഭാഗ്യത്തിലാണ് ആ ഫോട്ടോ കണ്ടതാണ്. അത് കണ്ടു എന്തൊരു ക്രൂരമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഭർത്താവിന് ചെയ്യുന്ന ഒരു തെറ്റാണ്. ഒരു പെൺകുട്ടിനെ പൊന്നു പോലെ നോക്കാൻ സ്നേഹിക്കണം. സ്നേഹിച്ച് കൊതി കൂടാതെ ചോർത്തു പിടിച്ച് നെഞ്ചോടെ എന്ന് കീഴുമുടി സ്നേഹങ്ങളാണ് ഒരു ഭർത്താവ്. എന്നാൽ ആ പെണ്ണിന് കൊടുക്കണില്ല. വിൽറ്റി ഊരി അടിക്കുക, അതുപോലെ കേബിളിന്റെ വയറുകൊണ്ട് മുറുക്കി കൊല്ലാൻ നോക്കുക, ഇതിന്റെ പിച്ച് കീറി കൊല്ലാൻ നോക്കുന്ന ഇതിലേക്ക് മറിയാം. കൗത്ത് മുറിച്ചിക്കൊണ്ട് കൊല്ലാൻ നോക്കുന്ന വർത്തക്കന്മാരോടെ ഉണ്ടോ? എന്നിട്ട് ആ പെണ്ണ് പരാതി കൊണ്ട് പോയിട്ട് പോലീസ് കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ പേടിത്തുറിയനായി നിൽക്കുന്ന കാഴ്ചയാണ്. ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ല. ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നീതി കിട്ടുന്നില്ല. എല്ലാം ഭർത്താക്കന്മാർക്ക് നീതി കൊടുക്കുന്ന, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരമുള്ള എംബിഎമ്മിന്റെ ഈ എംബിഎം കൂടാൻ, ലഹരി കൂടാൻ, കള്ള് കൂടാൻ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് മറ്റ് രക്ഷിതാക്കൾ തിരിച്ചു മനസ്സിലാക്കുക. ഈ ഇർസുമാൻ പറഞ്ഞ കാര്യം പാകപ്പെട്ടവനെ തിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് ചോർത്തു പിടിച്ച് അത് യഥാർത്ഥ ആരാണോ സ്നേഹിക്കുന്നത് പെൺകുട്ടികളെ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുക. തല്ലലും കുത്തലല്ല, അടിച്ചലും കുത്തലല്ല, സ്നേഹിക്കണം, ചോർത്തു പിടിക്കണം, ചങ്ക് പറിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അത് തല്ലിക്കൊല്ലാനല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത്. അത് ഓരോ ഭർത്താക്കന്മാർ ഓർക്കുക. നിങ്ങളെ പൈസ വെച്ചുകൊണ്ട് കളിക്കരുത്. നിങ്ങൾ ആ പെൺകുട്ടിൻ്റെ സ്വർണം വെച്ചുകൊണ്ട് കളിക്കരുത്. അവളെ വെച്ചുകൊണ്ട് ജീവെടുക്കരുത്.
ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെ, കെട്ടുന്നവരോടും കെട്ടാത്തവനോടും പറഞ്ഞു തരാം, മനസ്സിലാക്കുക, തിരിച്ച് മനസ്സിലാക്കുക. അതാണ് ഒരു ഇർസുമോൻ്റെ ആ ഒരു ലൈവിലേക്ക് ഞാൻ കടന്നു വന്നത്. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലട്ടം മർത്തുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. അതെ, ഓരോ മതക്കറും സ്നേഹിച്ച് കാട്ടിക്കൊടുക്കുക ഒരു പെൺകുട്ടിനെ എങ്ങനെ സ്നേഹിക്കണം. അതെ, ഈ ലാവിൻ്റെമാരി തല്ലിക്കൊല്ലാനും അതുപോലെ കൗത്തുമുറുക്കി കൊല്ലാനും മിലിറ്ററിയുണ്ട്. അതോടെ കേബിളിൻ്റെ വയറുകൊണ്ട് കൗത്തുമുറുക്കി കൊല്ലാനും അതുപോലെ അതുപോലെ അരയിൽ കെട്ടുന്ന വെൽറ്റി ഊരിക്കൊണ്ട് തല്ലാനും ഓടിച്ചിട്ടടിക്കാനും ഇങ്ങനെയല്ല ഒരു പെണ്ണെ സ്നേഹിക്കേണ്ടത്. അവളെ പൊന്നു പോലെ കൊണ്ടെടുക്കാൻ കഴിഞ്ഞു മാത്രം കല്യാണം കഴിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് മറ്റുള്ളവരെ കൂടി ഈ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുക, ഈ ഇർസുമോൻ്റെ ഈ ഇർസുമോൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും എല്ലാ രക്ഷിതാക്കളും ഇരുന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ആരും കാണാതെ പോകരുത്. എല്ലാവരും മനസ്സിലാക്കുക. ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കി കണ്ടിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അത് കരയുന്നതും പരാതികളൊക്കെ അതിട്ടുണ്ട്, വായിച്ചു നോക്കി. ഓക്കെ.